ഹായ് എവരിവൺ. ഇപ്പോൾ പ്രധാനമായും ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് സർക്കാർ ജീവനക്കാരുടെ ശമ്പളം മുടങ്ങിയതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വലിയ ചർച്ചകളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ പൊതുവിൽ നമ്മൾ ജോലിയെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ആദ്യമായി നമ്മുടെ മുമ്പിൽ ഏറ്റവും ഒരു സെക്യൂർ ആയ ഒരു ഓപ്ഷനായി വരുന്ന ഒരു കാര്യമാണ് സർക്കാർ ജോലികൾ എന്നുള്ളത്. അപ്പോൾ എന്റെ ഉപ്പയും ഉമ്മയും സർക്കാർ ജീവനക്കാരായിരുന്നു. അപ്പോൾ അവര് എപ്പോഴും ഒരു ചെറുപ്പം തൊട്ടേ എനിക്ക് വരുന്ന ഓറിയന്റേഷൻ എന്ന് വെച്ചാൽ ജീവിതം സെക്യൂർ ആവുക എന്ന് വെച്ചാൽ ഒരു സർക്കാർ ജോലി കിട്ടുക, ഒരു PSC എഴുതി അത് നേടിയെടുക്കുക എന്നുള്ളതാണ് ജീവിതത്തിന്റെ നമുക്ക് ഭൗതികമായി നേടാൻ പറ്റുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അച്ചീവ്മെന്റ് എന്നുള്ള ഒരു ഓറിയന്റേഷനോട് കൂടിയാണ്. കാരണം അതോടുകൂടി നമ്മുടെ ജീവിതം പിന്നെ നമുക്ക് പേടിക്കാതെ മുന്നോട്ട് പോകാം എന്ന ഒരു ചിന്ത. അപ്പൊ എന്നോട് പറയാറുണ്ട്, ഇപ്പൊ ഞങ്ങളെ കാര്യം ഞങ്ങൾക്ക് മരിക്കുന്നത് വരെ ഞങ്ങൾ നോക്കിക്കോളാം, നിങ്ങൾ നിങ്ങളുടെ കാര്യം നോക്കാം. 1-ാം തീയതി കൃത്യമായി ശമ്പളം കിട്ടും എന്നുള്ളത് ഉറപ്പാണ്. കഴിഞ്ഞാൽ വിരമിച്ചാൽ പെൻഷനും ജീവിതം അന്ത്യം വരെ കിട്ടും എന്നുള്ള ഒരു ചിന്ത, ഒരു സെക്യൂരിറ്റി. അപ്പോ അങ്ങനെയുള്ള ഒരു ഇമേജ് ആണ് ശരിക്കും പറഞ്ഞാൽ ഒരു ഗവൺമെന്റ് ജോലിക്ക് ഉള്ളത്. ശരിക്കും അതിനൊരു കോട്ടം തട്ടിയിട്ടുണ്ടോ ഇത്തരത്തിലുള്ള ചർച്ചകളൊക്കെ എന്നുള്ളത്? അത് തീർച്ചയായും കോട്ടം തട്ടിയിട്ടുണ്ട്. ഇപ്പൊ കഴിഞ്ഞ ദിവസങ്ങളിൽ ആ ഒരു സെക്യൂരിറ്റി നഷ്ടപ്പെടുന്നു എന്നുള്ളത് വലിയൊരു ചിന്തയിലോട്ട് നമ്മളെ കൊണ്ടുപോകുന്നുണ്ട്. ഇവിടെ ആക്ച്വലി സാധാരണ നമ്മൾ ഈ ക്ലാസിഫൈഡ്സ്, വിവാഹ പരസ്യമൊക്കെ നോക്കിയാൽ നമ്മൾ കാണുന്ന ഒരു സംഭവമുണ്ട്. ഒരു ഇടത്തരം കുടുംബം, സർക്കാർ ജോലി എന്ന് പറഞ്ഞ് അതിന് വലിയൊരു വില ഉണ്ടായിരുന്നു. ഈവൻ ആളുകൾ കല്യാണം കഴിപ്പിക്കുമ്പോൾ ലൈക്ക് ആണാവട്ടെ പെണ്ണാവട്ടെ സർക്കാർ ജോലി ഉണ്ട് എന്ന് അറിഞ്ഞാൽ പാരൻസിന് ഈ പറഞ്ഞ പോലെ ഭയങ്കര സന്തോഷമാണ്. അത് ഇനി എന്തായാലും അത് ഒരാളെ സംബന്ധിച്ചിടത്തോളം പിന്നെ ഒന്നും നോക്കേണ്ടതില്ല. ഒരു സർക്കാർ ഉദ്യോഗസ്ഥനാണ്, ഒരു ക്ലർക്കാണ്, അതല്ല എന്നുണ്ടെങ്കിൽ ഒരു ഓഫീസ് അസിസ്റ്റന്റ് ആണ്, ഈവൻ അതല്ലെങ്കിൽ ഒരു പ്രൊഫസറാണ്, അവർക്ക് കൃത്യമായിട്ട് ഗവൺമെന്റ് ശമ്പളം കൊടുത്തോളും, അവർക്കത് കഴിഞ്ഞാൽ പെൻഷനും കൊടുത്തോളും എന്നുള്ളതാണ്. ആ സ്ഥിതി എന്തായാലും മാറാൻ പോവുകയാണ് എന്നുള്ളതാണ് മനസ്സിലായത്. അതിലൊരു വിഷയം എന്താ വെച്ചാൽ ഇപ്പം മൊത്തത്തിലുള്ള ഈ ഒരു കാര്യത്തെ സർക്കാർ ജോലിയുടെ ഒരു സെക്യൂരിറ്റി എന്നുള്ളത് ഈ ജസ്റ്റ് ഒരു ഇൻസിഡന്റ്. ഇപ്പൊ ഈ ഒരു മാസം മറ്റ് പല ഫാക്ടേഴ്സ് അതിൽ നമ്മൾ ഓൾറെഡി രാഷ്ട്രീയ രംഗത്തൊക്കെ കുറെ ചർച്ചകൾ നടക്കുന്നുണ്ട്. ഒരു പിന്നെ സാമ്പത്തിക പ്രതിസന്ധിയുമായി ബന്ധപ്പെട്ടുള്ള ഒരു വിഷയം കൊണ്ട് മുടങ്ങിയൊരു വിഷയം. അത് വെച്ചിട്ട് നമ്മൾ മൊത്തത്തിൽ സർക്കാർ ജോലിയുടെ തന്നെ സെക്യൂരിറ്റി തന്നെ ഇല്ലാതായി എന്നൊക്കെ പറയുമോ? അല്ലെങ്കിൽ ആ ഒരു ചോദ്യം സ്വാഭാവികമാണ്. ഇത് എത്രത്തോളം സസ്റ്റൈനബിൾ ആണ് എന്നുള്ളതാണ് ചോദ്യം. ഇത് കൊടുക്കുന്ന സെക്യൂരിറ്റി മേ ബി അറ്റ് എ പോയിന്റ് ഓഫ് ടൈം കഴിഞ്ഞൊരു തലമുറയ്ക്ക് ഇത് ചിലപ്പോൾ സസ്റ്റൈനബിൾ ആയേക്കാം. കേരളത്തിന്റെ ഒരു റവന്യൂ എക്സ്പെൻഡിച്ചർ നമ്മൾ എടുത്ത് നോക്കുകയാണെങ്കിൽ നമ്മുടെ മൊത്തം എക്സ്പെൻഡിച്ചറിന്റെ 30% സർക്കാർ ജോലിക്കാരുടെ ശമ്പളത്തിന്, സാലറിക്ക് വേണ്ടി കമ്മിറ്റഡ് ആണ്. 20% പെൻഷന് വേണ്ടി കമ്മിറ്റഡ് ആണ്. അതായത് നമ്മുടെ മൊത്തം എക്സ്പെൻഡിച്ചറിന്റെ 50% ഒരു സെറ്റ് ഓഫ് അവർക്കുള്ള ആനുകൂല്യങ്ങളായിട്ടാണ് എന്ത് ചെയ്യുന്നത്, പോകുന്നത്. ഓക്കെ, ഞാൻ ഒരിക്കലും പറയുന്നത് അത് അവരെന്നുള്ള ജോലി എടുക്കണില്ല എന്നുള്ളതോ അല്ലെങ്കിൽ അങ്ങനെ പോവേണ്ടതില്ല എന്നുള്ളതോ അല്ല. കാരണം അവര് ഒരുപാട് ജോലി ചെയ്യുന്നുണ്ട്. സർക്കാർ സേവനങ്ങളൊക്കെ നമുക്ക് കിട്ടാനുള്ള ഒരു കാരണം എന്താണ്? അവര് ബേസിക്കലി അവരുടെ ജോലി ചെയ്യുന്നത് കൊണ്ടാണ്. പല ആൾക്കാരും ചോദിക്കും ഇത് ഊറ്റുന്നത് എന്നുള്ളത്. അങ്ങനത്തെ ഒരു അഭിപ്രായം ഒന്നും എനിക്കില്ല. അവർ ചെയ്യുന്ന ജോലിക്ക് നമ്മൾ ശമ്പളം കൊടുക്കണം, റൈറ്റ്? ദർ ഇസ് നോ ബട്ട് അതിന് ഇത് ബേസിക്കലി ഒരു സർവീസ് സെക്ടറിലോട്ടാണ് പോകുന്നത്. ഇതിന് ഇക്വലന്റ് ആയിട്ടുള്ള റവന്യൂ എന്ത് ചെയ്യുന്നില്ല, പലപ്പോഴും ഗവൺമെന്റിലോട്ട് വരുന്നില്ല. അപ്പൊ ഇത് എത്രത്തോളം സസ്റ്റൈനബിൾ ആണ് എന്നുള്ളതാണ്. ഇത് സസ്റ്റൈനബിൾ അല്ല എന്നുള്ളത് ഗവൺമെന്റിന് മനസ്സിലായി തുടങ്ങുന്നതിന്റെ പല കാര്യങ്ങൾ നമ്മൾ കഴിഞ്ഞ കുറെ വർഷങ്ങളായിട്ട് ആക്ച്വലി കാണുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ കോൺട്രിബ്യൂട്ടറി പെൻഷൻ. നമുക്കൊരു നോർമൽ പെൻഷന്റെ അപ്പുറത്തോട്ട് കോൺട്രിബ്യൂട്ടറി പെൻഷൻ വരുന്നത് എന്തിനാണ്? സർക്കാരിന് അതിന്റെ മേലുള്ള ഒരു സാമ്പത്തിക ഭാരം എന്ത് ചെയ്യുക, ഒഴിവാക്കുക എന്നുള്ള നിലക്കാണ്, അല്ലെ? അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു ഗവൺമെന്റ് സെർവന്റ് സാലറിന്ന് കുറച്ച് പിടിച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്, കോൺട്രിബ്യൂട്ടറി പെൻഷൻ നൽകുന്നത്. ഇതിങ്ങനെ ഗോയിങ് ഫോർവേഡ് കൂടുതൽ അൺസസ്റ്റൈനബിൾ ആയിട്ട് വരാനേ സാധ്യത ഉള്ളൂ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇപ്പോഴുള്ള ഒരു സാഹചര്യം അതേപടി നിലനിൽക്കാൻ എനിക്ക് തോന്നുന്നത് ഗവൺമെന്റ് ജോലിക്കാരുടെ ശമ്പളം സ്ഥിരമായി മുടങ്ങുന്ന ഒരു അവസ്ഥയ്ക്ക് പോകുന്നല്ല പറയുന്നത്. പക്ഷേ ഗവൺമെന്റ് ജോലി എന്നുള്ളത്, അതായത് ഒരുപാട് പോസ്റ്റുകൾ ക്രിയേറ്റ് ചെയ്യപ്പെടുന്നു, അവിടെ ഒരുപാട് ആൾക്കാർ ജോലിക്ക് വരുന്നു, ഈ ഒരു സിറ്റുവേഷൻ കുറച്ച് മാറും. ഇതിന് പല ഫാക്ടേഴ്സ് ഉണ്ട്. ഒന്ന്, ഇത് ഗവൺമെന്റ് ഉണ്ടാക്കുന്ന ഒരു ഫൈനാൻഷ്യൽ ബേർഡൻ എന്നുള്ളതാണ്. രണ്ടാമത്തെ ഒരു ഫാക്ടർ, നമ്മുടെ ഇന്നത്തെ കാലത്ത് ഇത്രയധികം ഒരു വർക്ക് ഫോഴ്സിന് ഈ കാര്യങ്ങൾക്ക് ആവശ്യമുണ്ടോ എന്നുള്ള ഒരു ചോദ്യം ഉണ്ടല്ലോ. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്, അല്ലെ? അപ്പൊ നമ്മള് സാധാരണ ഈ പല ഇപ്പൊ വില്ലേജ് ഓഫീസുകളിലൊക്കെ പോയി ചെയ്തിരുന്ന പല കാര്യങ്ങളും ഉണ്ട്. അപ്പൊ ഞാനിപ്പോ കഴിഞ്ഞ ഏതാനും
കുറച്ച് മുമ്പൊക്കെ ഒരു വാർത്തക്കായ ഒരു കാര്യമായിരുന്നു കെ സ്മാർട്ട് എന്ന് പറയുന്ന ആപ്പ്. അപ്പൊ ആ ഒരു ആപ്പിൽ നമ്മൾ ജസ്റ്റ് നമ്മുടെ നമ്പറും അതുപോലെ തന്നെ ആധാറും കൊടുത്ത് കയറി കഴിഞ്ഞാൽ നമുക്ക് ഈ പറഞ്ഞ വില്ലേജ് ഓഫീസിലൊക്കെ പോയി ഒരുപാട് ക്യൂ നിന്ന് അങ്ങനെയൊക്കെ ചെയ്യേണ്ടുന്ന പല കാര്യങ്ങളും ജസ്റ്റ് ഒരു 1 ക്ലിക്കിലേക്ക് എത്തുകയാണ്. അപ്പൊ ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ ഇങ്ങനെയുള്ള പല ഓട്ടോമേഷൻസും വരുമ്പോൾ പല ജോലികളടക്കം അല്ലെങ്കിൽ പല പോസ്റ്റുകളടക്കം ഇല്ലാതായി ആവുന്നതിനെ കുറിച്ചും ഒരു പക്ഷേ അതിനുള്ള സാധ്യതകളും. അതായത് ഗവൺമെന്റ് ജോബ്സ് നമ്മൾ എടുത്തു നോക്കുകയാണെങ്കിൽ അതിൽ വലിയൊരു സെക്ടർ ഒരു സർവീസ് സെക്ടറിലുള്ള ജോബ്സാണ്. അതിൽ തന്നെ വലിയൊരു സ്കിൽ സെറ്റ്, ഒരു പെർട്ടിക്കുലർ സ്കിൽ സെറ്റ് ആവശ്യമില്ലാത്ത കാര്യങ്ങളാണ് വലിയൊരു നമ്പർ എന്നുള്ളത്. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഒരു ഡോക്ടർക്കാണെങ്കിൽ ഒരു സ്കിൽ സെറ്റ് ആവശ്യമാണ്, അല്ലെങ്കിൽ ടീച്ചർക്കാണെങ്കിൽ അയാളുടെ സ്പെസിഫിക് സ്കിൽ സെറ്റ് വേണം. ബാക്കിയുള്ള പല ജോബ്സ്, മേ ബി ഒരു ഓഫീസ് അസിസ്റ്റൻസ് അല്ലെങ്കിൽ ഒരു ക്ലറിക്കൽ ജോബ്, ഈ കാര്യങ്ങൾക്കൊക്കെ സ്കിൽ സെറ്റ് വേണം. പക്ഷെ അത് അവർ ആ ജോബിൽ എത്തിയിട്ട് അവർ ഉണ്ടാക്കിയെടുക്കുന്ന സംഭവമാണ്. മാത്രമല്ല ഇത് വളരെ റിപ്പീറ്റേറ്റീവ് ആയിരിക്കും. ഒരു വില്ലേജ് ഓഫീസറെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ഒരു ക്ലർക്കായിട്ടുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാളുടെ ജോബ്സിൽ കുറേ റിപ്പീറ്റേറ്റീവ് ആയിട്ടുള്ള എലമെന്റ്സ് ഉണ്ടാവും. ടെക്നോളജി വരുന്നതോട് കൂടിയിട്ട് റിപ്പീറ്റേറ്റീവ് ആയ എലമെന്റ്സ് വഴി ആ ഒരു ജോബിനെ ഓട്ടോമേറ്റ് ചെയ്യാൻ സാധിക്കും. ഇത് ഓട്ടോമേറ്റ് ചെയ്യാൻ സാധിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ഈ കെ സ്മാർട്ട് പോലത്തെ ആപ്പുകൾ കാണുന്നത്. ഇതിനെ നെക്സ്റ്റ് ലെവലിലോട്ട് കൊണ്ടുപോയി കഴിഞ്ഞാൽ മേ ബി നമുക്ക് ഓരോ വില്ലേജിനും ഒരു വില്ലേജ് ഓഫീസർ ആവശ്യം ഉണ്ടാവില്ല. കാരണം ഇത് അപ്രൂവ് ചെയ്യുക, ഇത് നോക്കുക എന്നുള്ള പണിയായിരിക്കും ഉണ്ടാവുക. ഇവരുടെ എല്ലാ കാര്യങ്ങളും ഇതിൽ വലിയൊരു ഫാക്ടർ വരുന്നത് നമ്മുടെ പല ഡോക്യുമെന്റ്സും ഡിജിറ്റലൈസ്ഡ് അല്ല എന്നുള്ളതുകൊണ്ടാണ്. ഇപ്പോൾ ഒരാൾ വില്ലേജ് ഓഫീസിൽ പോയിട്ട് ഒരു വരുമാന സർട്ടിഫിക്കറ്റ് കൊടുക്കുകയാണെങ്കിൽ ഇയാൾക്ക് എത്ര ഭൂമിയുണ്ട് അല്ലെങ്കിൽ എത്ര വരുമാനം ഉണ്ടെന്നുള്ള കാര്യങ്ങളൊക്കെ പല സ്ഥലത്തും പോയിട്ട് ചിലപ്പോൾ ഉപ്പയുടെ വില്ലേജ് ഓഫീസിൽ പോയി കൊണ്ടുവരും, അല്ലെങ്കിൽ അമ്മയുടെ വില്ലേജ് ഓഫീസിൽ പോയിട്ട് എന്ന ഡോക്യുമെന്റ് കൊണ്ടുവരും. ഇത് ഫുള്ള് നമ്മൾ ഡിജിറ്റലൈസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഗവൺമെന്റ് ആധാറിലൂടെയും മറ്റു കാര്യങ്ങളിലൂടെയൊക്കെ ഇത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇത് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സന്ദർഭത്തിൽ ഇനി ഭാവിയിൽ എന്ത് ആവശ്യം ഉണ്ടാവില്ല, ഒരുപാട് സമയം ഇതിന് ആവശ്യം ഉണ്ടാവില്ല. അപ്പൊ ഈ വർക്ക് ഫോഴ്സിനെ എസെൻഷ്യലി ഗവൺമെന്റ് കുറക്കും. ഓക്കെ, ഈ കുറക്കുന്ന കാര്യം നമുക്ക് വളരെ വിസിബിൾ ആൻഡ് എവിഡന്റ് ആയിട്ടുള്ള കാര്യമാണ്. ഓൾറെഡി കുറക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമ്മള് സ്വാഭാവികമായിട്ട് ഇതിനെതിരെ സമരം, രാഷ്ട്രീയമായ കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷെ അതുകൊണ്ട് നമുക്ക് കാര്യമില്ല. ഇത് അൾട്ടിമേറ്റ്ലി ചെയ്യുന്ന ഒരു കാര്യം. നമ്മൾ ഈ കരിയറുകളെ കുറിച്ച് പറയുമ്പോൾ, കരിയറിന്റെ ഫ്യൂച്ചറിനെ കുറിച്ച് പറയുമ്പോൾ പല കരിയറും അത് അങ്ങോട്ട് മുന്നോട്ട് പോകൂല. AI ഒക്കെ വരുന്ന ഒരു കാലഘട്ടത്തെ കുറിച്ച് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ പല ജോബ്സും ഓട്ടോമേറ്റ് ചെയ്യപ്പെടും. അത് പിന്നെ ടെക്നോളജി അതിനെ റീപ്ലേസ് ചെയ്യും എന്നുള്ളത് നമുക്ക് അറിയാവുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഗവൺമെന്റ് ജോലികൾ മാത്രമായി എന്ത് ചെയ്യില്ല, പല പോസ്റ്റുകളും അത് മാത്രമായി നിലനിൽക്കാൻ സാധ്യതയില്ല എന്നുള്ളത് സ്വാഭാവികമാണ്. പക്ഷെ നമ്മൾ ഇത് പറയുമ്പോൾ ഈ ഗവൺമെന്റ് ജോലികൾക്ക് വേണ്ടി എല്ലാം ഒഴിഞ്ഞിരുന്ന് പഠിക്കുന്ന കുറച്ച് ആൾക്കാരുടെ ഒരു സംശയമുണ്ട്. അപ്പോൾ PSC പ്രിപ്പറേഷൻ നിൽക്കണോ പോണോ എന്നൊരു ചോദ്യം. അല്ല, ഞാൻ പറയുന്നത് ഗവൺമെന്റ് ജോബ്സിന്റെ എണ്ണം സ്വാഭാവികമായിട്ടും കുറയുന്നത്. ഇന്ന് വന്ന റിപ്പോർട്ട്, ഞാനിപ്പോൾ ഇന്ന് പത്രത്തിൽ രാവിലെ ഞാൻ ഒരു സ്കൂളിൽ കുട്ടികൾ കുറഞ്ഞു, നഷ്ടം 3764 തസ്തിക. ഇത് ഒരു ഗവൺമെന്റ് ജോലി കുറയുന്നത്, ഇത് വേറൊരു വിഷയമാണ്. നമ്മൾ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് മേ ബി അടുത്തൊരു വീഡിയോയിൽ ചർച്ച ചെയ്യേണ്ട വിഷയമാണ് എന്തുകൊണ്ട് ഗവൺമെന്റ് സ്കൂളിൽ കുട്ടികൾ കുറയുന്നു എന്നുള്ളത്. അതായത് എയ്ഡഡ് വിഭാഗത്തിൽ 2070 തസ്തികകളും സർക്കാർ സ്കൂളിൽ 1694 തസ്തികകളും കുറയാൻ പോവാണ്, ഇല്ലാതാവാൻ പോവാണ്. കാരണം എന്താ? അതിനാവശ്യമായിട്ടുള്ള കുട്ടികളില്ല. കഴിഞ്ഞ അധ്യയന വർഷത്തേക്കാൾ 94,000 കുട്ടികളാണ്. ഇത് വേറൊരു വിഷയം, നമുക്ക് ചർച്ച ചെയ്യേണ്ട വിഷയമാണ്. പക്ഷെ ഇത്തരം റിഡക്ഷൻസിനുള്ള അവസരങ്ങൾ ഗവൺമെന്റ് സ്വാഭാവികമായിട്ടും ഉണ്ടാക്കും, അല്ലെ? ഇതൊരു ന്യായമായ കാര്യം കാണാൻ ശ്രമിച്ചാണ്. പക്ഷെ ഇതിനെതിരെ എന്തായാലും സമരങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷെ ഇത് ഗോയിങ് ഫോർവേഡ് ഒരാളെടുക്കുമ്പോൾ അവിടെ അത്രത്തോളം തസ്തികകളുടെ ആവശ്യമുണ്ടോയെന്ന് ഗവൺമെന്റ് ചിന്തിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ഉള്ളത്. അപ്പോൾ ഇന്നൊരു 30 ലക്ഷം ആൾക്കാരൊക്കെ കേരള PSC എഴുതുന്നുണ്ട്. ഇത്ര വലിയൊരു മാർക്കറ്റാണ് കേരള PSC മാർക്കറ്റ് എന്നുള്ളത്. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ഈ ഗവൺമെന്റ് ജോബിന്റെ സെക്യൂരിറ്റി മറ്റു കാര്യങ്ങളാണ് ഇവരെന്ത് ചെയ്യുന്നത്, ഇതിലോട്ട് മുന്നോട്ട് നയിക്കുന്ന ഒരു ഫാക്ടർ. പക്ഷേ ഈ ജോലികളുടെ എണ്ണം കുറയും, ഇതിൽ കോമ്പറ്റീഷൻ കൂടും. ഞാൻ പറയുന്നത് PSC എഴുതുന്ന ആൾക്കാരുടെ എണ്ണം കൂടിയാലും വരുന്ന ജോലികളുടെ എണ്ണം കുറയും. അപ്പോൾ എസെൻഷ്യലി അതിലോട്ടുള്ള കോമ്പറ്റീഷൻ കൂടും. പിന്നെ പ്രൈവറ്റ് സെക്ടറിലും കുറേയൊക്കെ ഇതിന് മാച്ചിങ് ആയിട്ടുള്ള സാലറി ഒക്കെ പല സ്ഥലങ്ങളിലും കൊടുക്കാൻ തുടങ്ങിയിട്ടുണ്ട് എന്നുള്ളതും ഇതിലൊരു ഫാക്ടറായിട്ട് വരും. ഇപ്പൊ ഗവൺമെന്റ് ജോബിന് നല്ലതാണ്, നമുക്ക് അതിനുള്ള സ്കിൽ സെറ്റും കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടുന്നത് നല്ലതാണ്. പക്ഷെ അതിനുള്ള കോമ്പറ്റീഷൻ, പോസ്റ്റുകൾ കുറയുന്നതുകൊണ്ട് എന്തായാലും കൂടാൻ പോവാണ്. സോ ഇസ് ഇറ്റ് വെർത്ത് ഗോയിങ് എന്നുള്ളത് ചോദിച്ചാൽ അത് നിങ്ങളുടെ ഒരു ഏരിയക്ക് അനുസരിച്ച് നിങ്ങൾ ഐഡന്റിഫൈ ചെയ്യുന്ന ഏരിയയിൽ നിങ്ങൾക്ക് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടോ എന്നുള്ളത് നോക്കിയിട്ട് എന്ത് ചെയ്യുക, നിങ്ങൾ ചെയ്യുക. എൻ്റെ അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ ഗവൺമെന്റ് ജോബിന് വേണ്ടി 2-3 കൊല്ലം സ്പെൻഡ് ചെയ്യുന്ന ഒരു പ്രവണത എന്തല്ല, അതൊരിക്കലും അവർക്ക് ആരോഗ്യകരമാവില്ല. മറ്റു ജോലികളൊക്കെ ചെയ്തുകൊണ്ട് എന്ത് ചെയ്യാം, നമുക്ക് ഗവൺമെന്റ് ജോബിന് വേണ്ടി നോക്കാം. അതായിരിക്കും ഇനിയുള്ള കാലത്ത് സേഫർ ആയിട്ടുള്ള ഓപ്ഷൻ എന്നാണ് എനിക്ക് തോന്നുന്നത്. അത് മാത്രം ലക്ഷ്യമാക്കി വെക്കുന്നത് വളരെ റിസ്കിയർ ആയിരിക്കും. കാരണം അത്രത്തോളം കോമ്പറ്റീഷൻ ഇനിയും, എസ്പെഷ്യലി ഇനി ജോബ്സിന്റെ എണ്ണം കൂടി കുറയുന്നതോട് കൂടിയിട്ട്
കൂടാൻ പോവുകയാണെന്ന് തോന്നുന്നു. ഗവൺമെന്റ് ജോബ് കിട്ടിയ അല്ലാതെ ഈ ശമ്പളം കിട്ടില്ല എന്നുള്ള അത് ഇത്തരം പ്രതിസന്ധികൾ ഇനി ആവർത്തിച്ചേക്കാം. ഓക്കെ, അത് ആവർത്തിച്ചേക്കാം. പക്ഷെ അത് തീരെ ശമ്പളം കിട്ടാത്തൊരവസ്ഥയ്ക്കൊന്നും പോകും എന്നുള്ള തോന്നലൊന്നുമില്ല. പ്രതിസന്ധികൾ കൊണ്ട് ഗവൺമെന്റ് വേറെ ചില കാര്യങ്ങൾ ചിന്തിക്കാൻ കാരണമായേക്കാം, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള മാറ്റങ്ങൾ സംഭവിച്ചേക്കാം. അതെ, മൊത്തം ജോബ് സെക്ടർ നമ്മൾ വേൾഡിനെ നോക്കുകയാണെങ്കിൽ ഇറ്റ്സ് ഗോയിങ് ടുവേർഡ്സ് എ ഡിഫറെന്റ് തിങ്. ഓക്കെ, ഈവൻ നമ്മൾ പ്രൈവറ്റ് സെക്ടർ നോക്കുകയാണെങ്കിലും കുറേ ജോബ് ഫ്രീലാൻസേഴ്സിന് കൊടുക്കുന്നു. ഒരു ഇത്തരം ഗിഗ് എക്കണോമിക്കിലോട്ട് വേൾഡ് മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഗിഗ് എക്കണോമി എന്ന് പറഞ്ഞാൽ ചില സർട്ടൻ ഗിഗ്സ്, ഇപ്പോൾ ഈ ഒരു സംഭവം ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഫുൾ ടൈം എംപ്ലോയിനെ നമുക്ക് ആവശ്യമില്ല. അത് അവന് കോൺട്രാക്റ്റായി ചെയ്ത് പോയേക്കാം. ചിലപ്പോൾ കൂടുതൽ കാശ് കൊടുക്കേണ്ടി വന്നേക്കും. പക്ഷെ അതുകൊണ്ടുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ അവന് ബാക്കി ആനുകൂല്യങ്ങൾ, ഗ്രാറ്റുവിറ്റി കൊടുക്കേണ്ട, എംപ്ലോയി പ്രൊവിഡന്റ് ഫണ്ട് വേണ്ട, അതേപോലെ തന്നെ മറ്റ് എംപ്ലോയീസിന് വേണ്ട ഒരു ലെജിസ്ലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് ആനുകൂല്യങ്ങൾ ഉണ്ടാവും. സ്റ്റാറ്റ്യൂട്ടറി ആയിട്ടുള്ള ഈ സംഭവങ്ങളൊന്നും കൊടുക്കണ്ട. പകരം ആ ജോബിനുള്ള ക്യാഷ് അവന് കൊടുക്കുന്നു. മേ ബി സാധാരണ കൊടുക്കുന്നതിനേക്കാളും കുറച്ചധികം ക്യാഷ് കൊടുക്കേണ്ടി വരും. ബട്ട് ബോത്ത് പാർട്ടീസ് വിൽ ബി ഹാപ്പി. ഇത്തരത്തിലുള്ളൊരു ഗിഗ് എക്കണോമിയിലോട്ട് എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, വേൾഡ് മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതാണ് നമ്മൾ ഇതിൽ ശ്രദ്ധിക്കേണ്ട ഒരു ഏരിയ. സ്വാഭാവികമായിട്ടും ഗവൺമെന്റും ഇത്തരം കാര്യങ്ങളിലോട്ട് മാറി ചിന്തിക്കും. ഇപ്പോഴും പല ഗവൺമെന്റ് സെക്ടറിലെ പല ജോബ്സും ഇപ്പോൾ നിങ്ങൾ നോക്കുകയാണെങ്കിൽ പല പുതിയ സെഗ്മെന്റ്, ഇപ്പോൾ ഡിജിറ്റൽ യൂണിവേഴ്സിറ്റി പോലുള്ള സംഭവങ്ങൾ വരുന്നു, അല്ലെങ്കിൽ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരുന്നു. ഇതിലാരും ഒരു ഗവൺമെന്റ് എംപ്ലോയിഡ് ഒരു ജോബ് ക്രിയേറ്റ് ചെയ്യല്ല പലതിലും ചെയ്യുന്നത്. പലതിലും കോൺട്രാക്ട് ബേസ്ഡ് ജോബ്സ് ക്രിയേറ്റ് ചെയ്യാണ് ഈവൻ ഗവൺമെന്റ് ചെയ്യുന്നത്. അത് പലതും നോട്ട് ചെയ്യപ്പെടാതെ പോകുന്നു എന്നുള്ളത് മാത്രം. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് പിന്നെ ഈ ജസ്റ്റ് ഒരു സർക്കാർ ജോലിയുടെ അതിന്റെ സെക്യൂരിറ്റി എന്നുള്ളതിനപ്പുറത്ത് ഈ മാറുന്ന ലോകത്ത് മാറിക്കൊണ്ടിരിക്കുന്ന കരിയർ ഓപ്പർച്യൂണിറ്റീസിനെ കുറിച്ചും അതിൽ വരുന്ന മാറ്റങ്ങളെ കുറിച്ചും നമ്മൾ അവെയർ ആവുക എന്നുള്ളത് തീർച്ചയായും പ്രധാനമാണെന്നുള്ളത് തന്നെയാണ്. അതെ, ഗവൺമെന്റ് ജോബ് എന്നുള്ളത് എല്ലാത്തിൻ്റെ ഒരു എൻഡായി കാണാതിരിക്കുക. നമുക്ക് ഗവൺമെന്റ് ജോബ്സ് കിട്ടിയാൽ നല്ലതാണ്, അതിലൊന്നും സംശയമില്ല. എസ്പെഷ്യലി കേന്ദ്ര ഗവൺമെന്റ് ജോബ്സിലൊക്കെ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഇപ്പോഴും ഉണ്ട്. കേരള ഗവൺമെന്റിലും ഈ പറഞ്ഞ പോലെ സെക്യൂരിറ്റി എന്നുള്ള വലിയൊരു ഫാക്ടർ തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് ഇത്രയധികം ആൾക്കാർ അതിൽ റിലൈ ചെയ്യുന്നത്. പക്ഷേ എല്ലാം മാറ്റിവെച്ച് ഇനി അതിന് മാത്രം ശ്രമിക്കാം എന്നുള്ള ഒരു കാര്യം, അതിനുവേണ്ടി നമ്മൾ കുറേ സമരം ചെയ്യുക, അതിനുവേണ്ടി നമ്മൾ കുറേ ഒരു പ്രശ്നം ഉണ്ടാക്കുക, അല്ലെങ്കിൽ അതിൻ്റെ ഒരു കാലമൊക്കെ കഴിഞ്ഞു എന്നുള്ളതാണ് എനിക്ക് എസെൻഷ്യലി തോന്നിയിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ചർച്ചയിൽ നമ്മൾ പ്രധാനമായും പറഞ്ഞത് ജസ്റ്റ് ഒരു പ്രതിസന്ധിയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ളത് മാത്രമല്ല, ഇനി അങ്ങോട്ട് ജോബുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രത്യേകിച്ചും ഗവൺമെന്റ് ജോലികളും പ്രൈവറ്റ് സെക്ടറിൽ അടക്കം വരുന്ന കരിയറുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഈ മാറ്റങ്ങളെ കുറിച്ചെല്ലാം നമ്മൾ അവെയർ ആയിരിക്കുക എന്നുള്ളതും, പിന്നെ ഔട്ട്ഡേറ്റഡ് ആയ കുറച്ച് ചിന്തകൾ എന്നുള്ളതിനപ്പുറത്ത് ആ മാറ്റങ്ങളെ ഉൾക്കൊണ്ടുകൊണ്ട് അതിനോട് പ്രതികരിക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട് എന്നുള്ളതാണ് ഈ ഒരു ചർച്ചയിൽ മൊത്തത്തിലൊന്ന് ഉദ്ദേശിച്ചിട്ടുള്ളത്. ഇത്തരം ചർച്ചകൾ കൂടുതലായി നമുക്ക് ഇനി അടുത്ത വീഡിയോകളിലടക്കം ചർച്ച ചെയ്യാം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് താങ്ക് യു.